ഹായ്. ഞാനേ മലങ്കര സഭയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിലൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ഒരു ക്യുസിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കേണ്ട ആവശ്യകത നമുക്കറിയാം. അപ്പോൾ ഒരു ക്വിസിന് തയ്യാറെടുക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് സിറിയൻ വാക്കുകളും അതെന്താണെന്നുള്ളതും പറയാമേ. സുലോക്ക എന്ന് പറഞ്ഞ് സ്വർഗാരോഹണമാണ്. മത്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണം. മാർച്ച് 25 നമുക്കറിയാവുന്ന പോലെ മംഗളവാർത്തയ്ക്ക് വേറെ പേരുണ്ട്, സുബോറ, അതായത് വചനപ്പ് പെരുന്നാളാണ് സുബോറോ. അടുത്ത ജൂൺ 29 നമ്മുടെ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പെരുന്നാളാണ്. ഓഗസ്റ്റ് 15 നമുക്കറിയാം സ്വർഗാരോപണ തിരുനാളാണ്, അതെന്ന് ഷൂനോയോ എന്ന് പറയും. പിന്നെ സെപ്റ്റംബർ 14 നമ്മുടെ സ്ലീബ പെരുന്നാൾ. ഇനി അടുത്ത് ഞാൻ ചരിത്രം പറയാം. ഓക്കെ, നമ്മുടെ സഭാ ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ തോമസ് ലീഹ, സെൻറ്റ് തോമസ് കേരളത്തിലോട്ട് വന്നത് AD 52 ഇവിടെ കുറേ സഭകൾ സ്ഥാപിച്ചു. കുറേ അല്ല, 7 പള്ളികൾ എന്നാണ് പറയുന്നത്. നമുക്കൊരു 7 പള്ളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കൊക്കമംഗലം, ചായൽ, നിരണം, കൊല്ലം, ഇതൊക്കെ തോമസ് ലീഹ സ്ഥാപിച്ച സഭകളല്ല, പള്ളികൾ. ഓക്കെ, അടുത്ത് സെൻറ്റ് തോമസ് മരിച്ചത് AD 72 ജൂലൈ 3 നമ്മൾ പറയും ദുക്രോന തിരുനാൾ, സെൻറ്റ് തോമസ് ഡേ. ഓക്കെ, അടുത്ത ജ്ഞാനായി തൊമ്മൻ കൊടുങ്ങല്ലൂരിലെത്തിയത് AD 345. അടുത്ത ഉദയംപേരൂർ സൂനകദോസ് എന്നാണ് 1599 ജൂൺ 20 മുതൽ 26 വരെയാണ്. പോർച്ചുഗീസ് ഭരണത്തിനെതിരെ കൂനം കുരിശ് സത്യം നടന്നത് 1653 ജൂൺ 3. ഓക്കെ, അടുത്ത് മാറിവാനിയോസ് പിതാവിൻ്റെ ജനനം 1882 സെപ്റ്റംബർ 21 മാറിവാനിയോസ് പിതാവ് വൈദിക പട്ടം സ്വീകരിച്ചത് 1908 സെപ്റ്റംബർ 15. മാറിവാനിയോസ് പിതാവ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ റാന്നി പെരുന്നാട്ടിൽ ബഥനി ആശ്രമം സ്ഥാപിക്കുന്നത് 1919 ഓഗസ്റ്റ് 15. മാറിവാനിയോസ് പിതാവിൻ്റെ മെത്രാഭിഷേകം 1925 മെയ് 1. അതെവിടെ വെച്ചാണെന്ന് നോക്കാം. നിരണം പള്ളിയിൽ വെച്ചാണ്. പരിശുദ്ധ ബസേലിയസ് കാതോലിക്ക ബാവ, അതായത് വേറൊരു പേരുണ്ട്, വാകത്താനം മാർ പീലക്സിനോസ് ആയിരുന്നു മുഖ്യ കാർമ്മികൻ നമ്മുടെ മാറിവാനിയോസ് പിതാവിൻ്റെ മെത്രാഭിഷേക ചടങ്ങിൽ. ഓക്കെ, കൂടെ ഉണ്ടായിരുന്നത് കണ്ടനാട് മെത്രാപ്പൊലീത്ത യുയാക്കിം മാർ ഇവാനിയോസ്, നിരണം മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയോസ്, പിന്നീട് 3ാം കാതോലിക്ക ബാബ എന്നറിയപ്പെടുന്നു. ഇവർ സഹകാർമ്മികരായിരുന്നു. ഓക്കെ, പരിശുദ്ധ ബസേലിയസ് കാതോലിക്ക ബാവ അല്ലെങ്കിൽ വാകത്താനം മാർ പീലക്സിനോസ് ആയിരുന്നു മുഖ്യ കാർമ്മികൻ. ബസേലിയസ് കാതോലിക്ക ബാബ അല്ലെങ്കിൽ വാകത്താനം പീലക്സിനോസ് 25 മെയ് 1 മെത്രാഭിഷേകം. ബഥനി സന്യാസിനി സമൂഹം സ്ഥാപിച്ചത് 1925 സെപ്റ്റംബർ 21 മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പരിമല സൂനകദോസ് 1926 പരിമല സൂനകദോസ് നടന്നത്. അത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ റോമുമായുള്ള ഐക്യ ചർച്ചകൾക്കായി മാറിവാനിയോസ് പിതാവിനെ ഓർത്തഡോക്സ് സഭാ സൂനകദോസ് ചുമതലപ്പെടുത്തിയതും ഈ 1926 പരിമല സൂനകദോസിൽ വെച്ചാണ്. ഓക്കെ, അടുത്ത് തോമസ് മാർ ദിയസ്കോറസ് തിരുമേനിയുടെ മെത്രാഭിഷേകം ഇതേ സെയിം വർഷം തന്നെ 1926 നവംബർ 11. ആരുടെ? തോമസ് മാർ ദിയസ്കോറസ്. ഇത് ഏത് സഭയാണെന്ന് ചോദിച്ചാൽ ജ്ഞാനായ യാക്കോബായ സഭയാണ്. യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 1929 ഫെബ്രുവരി 16. യാക്കോബ് മാർ തെയോഫിലോസ് ഇദ്ദേഹമാണ് നമ്മുടെ മാറിവാനിയോസ് പിതാവിൻ്റെ പാവ സഭ്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനി മെത്രാഭിഷേകം 1929 ഫെബ്രുവരി 16. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എവിടെ വെച്ചാണ്? അപ്പം മെത്രാഭിഷേകം എവിടെ വെച്ചായിരുന്നു? മലങ്കര ഓർത്തഡോക്സ് സഭയിലാണ്, കോട്ടയത്ത് വെച്ച്. ഓർത്തഡോക്സ് സഭ കോട്ടയത്ത് വെച്ച്. ആരൊക്കെ? 3ാം കാതോലിക്ക ബാബ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ ആയിരുന്നു മുഖ്യ കാർമ്മികൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 3ാം കാതോലിക്ക ബാബ എന്നറിയപ്പെടുന്ന ഈ ഗ്രിഗോറിയോസ് ആണ് നിരണം മെത്രാപ്പൊലീത്ത ഗ്രിഗോറിയോസ്. പക്ഷെ അദ്ദേഹമല്ല,
മുഖ്യ കാർമ്മികൻ പരിശുദ്ധ ബെസേലിയസ് ഗീവർഗീസ് ആയിരുന്നു. പരിശുദ്ധ ബെസേലിയസ് ഗീവർഗീസ് ദ്വിതീയനായിരുന്നു മുഖ്യ കാർമ്മികൻ. പിന്നെ ഉണ്ടായിരുന്നത് സഹകാർമ്മികരായിട്ട് വട്ടശ്ശേരിയിൽ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബദനിയുടെ മെത്രാപ്പൊലീത്ത എന്നറിയപ്പെടുന്ന മാർ ഇവാനിയോസ് പിതാവും സഹകാർമ്മികനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു മാർ ഇവാനിയോസ് പിതാവിൻ്റെ മെത്രാഭിഷേക ചടങ്ങിൽ ആരായിരുന്നു മുഖ്യ കാർമ്മികനായിരുന്നത്? അത് നമ്മുടെ പീലക്സിനോസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ ബെസേലിയൂസ് കാതോലിക്ക ബാബ, അല്ലെങ്കിൽ വാഗത്താനം പീലക്സിനോസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാർ തെയോഫിലോസിൻ്റെ കാര്യം വന്നപ്പോൾ, മെത്രാഭിഷേക കാര്യം വന്നപ്പോഴത്തേക്കും അവിടുത്തെ മുഖ്യ കാർമ്മികനാരായിരുന്നു? നമ്മുടെ മൂന്നാം കാതോലിക്ക ബാബ പരിശുദ്ധ ബെസേലിയസ് ദ്വിതീയനായിരുന്നു. മലങ്കര പുനരൈക്യ ദിനം 1930 സെപ്റ്റംബർ 20. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയായിരുന്നു. അപ്പോൾ പുനരയിക്കപ്പെട്ടതിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ മെത്രാപ്പൊലീത്ത, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഗീവർഗീസ് മാർ മെത്രാപ്പൊലീത്ത, പിന്നെ മാർ തെയോഫിലോസ്, പിന്നെ ഫാദർ ജോൺ കുഴിനാപ്പുറത്ത്, അലക്സാണ്ടർ ഡീക്കൻ, കിളിലേത്ത് ചാക്കോ. ഇത് കൊല്ലം അരമന ചാപ്പലിൽ വെച്ചായിരുന്നു. അതായത് തിരുമേനിയായിരുന്നു അലക്ഷ്യസ് മരിയ വെൻസിഗർ തിരുമേനിയുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ നമ്മുടെ മാർ തെയോഫിലോസ് തിരുമേനിയെ മുഖ്യ കാർമ്മികനാക്കി, മാർ തെയോഫിലോസ് തിരുമേനിയെ മെത്രാനാക്കിയത് ആരായിരുന്നു? നമ്മുടെ മൂന്നാം കാതോലിക്ക ബാബ ബെസേലിയോസ് ദ്വിതീയൻ അല്ലേ? ബെസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ, ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ. നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിനെ ആരാണ് മെത്രാഭിഷേകത്തിലേക്ക് മുഖ്യ കാർമ്മികനായിട്ട് ഉണ്ടായിരുന്നത്? അത് നമ്മുടെ വാഗത്താനം മാർ പീലക്സിനോസ്, അല്ലെങ്കിൽ ആരായിരുന്നു? പരിശുദ്ധ ബെസേലിയോസ് കാതോലിക്ക ബാബ, പരിശുദ്ധ ബെസേലിയോസ് കാതോലിക്ക ബാബ. ഇവിടെയും പരിശുദ്ധ ബെസേലിയസ് ഗീവർഗീസ് ദ്വിതീയനാണ്. അത് അവിടെ പരിശുദ്ധ ബെസേലിയോസ് കാതോലിക്ക ബാബ, ഇവിടെ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ്. രണ്ടും ബെസേലിയസ് തന്നെയാണ് കേട്ടോ. കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ വട്ടശ്ശേരിയിലും മാർ ഇവാനിയോസ്, അവിടെ ഉണ്ടായിരുന്നത് കണ്ടത്തിൽ യുയാക്കിം തിരുമേനിയും, കണ്ടനാർ മെത്രാപ്പൊലീത്ത യുയാക്കിം തിരുമേനിയും, നിരണം മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയോസ്. പിന്നീടാണ് അദ്ദേഹം മൂന്നാം കാതോലിക്ക ബാബ എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പുനരൈക്യ ദിനം 1930 സെപ്റ്റംബർ 20. ആരൊക്കെയായിരുന്നു? നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ്, പിന്നെ മാർ തെയോഫിലോസ് പിതാവ് എപ്പിസ്കോപ്പ, പിന്നെ ഫാദർ ജോൺ കുഴിനാപ്പുറത്ത്, പിന്നെ അൽമായനായിട്ട് കിളിലേത്ത് ചാക്കോ, പിന്നെ ഒരു ഡീക്കനുണ്ടായിരുന്നു അലക്സാണ്ടർ OIC. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഹയറാർക്കി സ്ഥാപനമാണ് 1932 ജൂൺ 11. 1932 ജൂൺ 11 ഇവിടെ വച്ചിട്ട് അന്ന് തന്നെയാണ് തിരുവനന്തപുരം അതിഭദ്രാസനവും തിരുവല്ല ഭദ്രാസനവും സ്ഥാപിച്ചത്. 1932 ജൂൺ 11. അതായത് നമ്മുടെ പുനരൈക്യം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. അടുത്തതായി മലങ്കര കത്തോലിക്ക സുറിയാനി ഹയറാർക്കി ഉദ്ഘാടനം നടന്നത് സ്ഥാപനം എന്നായിരുന്നു 1932 ജൂൺ 11. എന്നായിരുന്നു ഉദ്ഘാടനം? 1933 മാർച്ച് 12. അത് ഉദ്ഘാടനമാണ്. പിന്നെ അന്ന് തന്നെയാണ് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ഉദ്ഘാടനം. അപ്പം ഈ തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെയും തിരുവല്ല ഭദ്രാസനത്തിൻ്റെയും സ്ഥാപനം എന്നായിരുന്നു? നമ്മുടെ ഹയറാർക്കി സ്ഥാപിച്ച അന്ന് തന്നെ 1932 ജൂൺ 11. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 1933 മാർച്ച് 12. അന്ന് തന്നെയാണ് നമ്മുടെ ഹയറാർക്കിയുടെ ഉദ്ഘാടനം പ്ലസ് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ഉദ്ഘാടനം. അന്ന് തന്നെയാണ് പ്രഥമ മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പായി ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സ്ഥാനാരോഹണം. പ്രഥമ മെത്രാപ്പൊലിത്തനായിട്ട് ഈ തിരുവനന്തപുരം അതിഭദ്രാസനത്തിന് വേണ്ടി. അതെവിടെ വെച്ചാണ്? പാളയം സമാധാന രാജ്ഞി പ്രോ കത്തീഡ്രലിൽ വെച്ചായിരുന്നു. ആഫ്റ്റർ മലങ്കര സുറിയാനി കത്തോലിക്ക, ഈ മലങ്കര സുറിയാനി കത്തോലിക്കയുടെ ഹയറാർക്കി സ്ഥാപനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നത്.
ആർച്ച് ബിഷപ്പ് ആരായിരുന്നു? നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ് ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി. സഹകാർമ്മികൻ ആയിരുന്നത് യാക്കോബ് മാർ തെയോഫിലസ് തിരുമേനി. ഓക്കെ, ഈ ഹയറാർക്കി സ്ഥാപനത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ആരായിരുന്നു? അപ്പോൾ നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത അല്ലേ, നമ്മുടെ ആർച്ച് ബിഷപ്പ്. അവിടുത്തെ സഹകാർമ്മികനായിരുന്നു നമ്മുടെ തെയോഫിലസ് മാർ തെയോഫിലസ് തിരുമേനി. ആദ്യത്തെ കുർബാന അവിടെ വച്ചായിരുന്നു, പാളയം സമാധാന പ്രോ കത്തീഡ്രലിൽ വെച്ച്. അതെന്നായിരുന്നു? ഈ ഹയറാർക്കിയൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ആദ്യത്തെ കുർബാന നെക്സ്റ്റ് ഡേ 1933 മാർച്ച് 13 ഓക്കെ. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ നിരണം മെത്രാപ്പൊലീത്തയായിരുന്നു നമ്മുടെ ജോസഫ് മാർ സെവേറിയോസ്. ഈ തിരുമേനിയുടെ മെത്രാഭിഷേകം 33 മെയ് 25 നടന്നു. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ നിരണം മെത്രാപ്പൊലീത്തയായിരുന്നു ജോസഫ് മാർ സെവേറിയോസ്. നമുക്കൊന്ന് ക്വിക്ക് റിവിഷനിലോട്ട് പോവാം. നമ്മൾ ആദ്യം പറഞ്ഞാൽ നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിനെ നിരണത്ത് വെച്ച് മെത്രാഭിഷേകം നടത്തി അല്ലേ. അപ്പോൾ അവിടെ മുഖ്യ കാർമ്മികനായിരുന്നത് ആരായിരുന്നു? നമ്മുടെ ബെസേലിയോസ് ആയിരുന്നു, അല്ലെങ്കിൽ വാഗത്താനം പീലക്സിനോസ്. അവിടെ കണ്ടനാട് മാർ യുവാക്കിം തിരുമേനിയും പിന്നെ നിരണം മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയസ് കാതോലിക്ക ബാബയും സഹകാർമ്മികരായിരുന്നു. പരിശുദ്ധ ബെസേലിയസ് കാതോലിക്ക ബാബ അല്ലെങ്കിൽ വാഗത്താനം മാർ പീലക്സിനോസ് എന്നറിയപ്പെടുന്ന ഒരു എപ്പിസ്കോപ്പയായിരുന്നു മുഖ്യ കാർമ്മികൻ. ഓക്കെ, പിന്നെ നമ്മുടെ മാർ തെയോഫിലസ് പിതാവിൻ്റെ മെത്രാഭിഷേകം നടത്തിയത് ആരായിരുന്നു? അത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വെച്ചായിരുന്നു. അത് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ആയിരുന്നു. അവിടെ നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ് വട്ടശ്ശേരി പിതാവൊക്കെ സഹകാർമ്മികനായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു. പിന്നെ മലങ്കര ഓർത്തഡോക്സ് സഭ, അതായത് നിരണത്തെ മെത്രാപ്പൊലീത്തയായിരുന്നു മാർ സെവേറിയസ്, ജോസഫ് മാർ സെവേറിയസ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ജോസഫ്, നമ്മുടെ യേശുവിൻ്റെ അപ്പൻ ജോസഫ് സേവനം ചെയ്തു ഓർത്തോ, നിരണം. അപ്പോൾ നിരണം ജോസഫ് മാർ സെവേറിയസ് സേവനം എന്ന് ഓർത്തോ. അടുത്ത് തിരുവല്ല ഭദ്രാസനത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു നമ്മുടെ യാക്കോബ് മാർ തെയോഫിലസ് ആയിരുന്നു. നമ്മുടെ യാക്കോബ് മാർ തെയോഫിലസിൻ്റെ മെത്രാഭിഷേകം എന്നായിരുന്നു? 1929 ഫെബ്രുവരി 16 ആരും ബെസേലിയോസ് ഗീവർഗീസ് അല്ല, പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ആയിരുന്നു. നമ്മുടെ ഈ മാർ തെയോഫിലസ് ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഗീവർഗീസ് സഹദേവ് ഓർത്താൽ മതി. ഓക്കെ, തിരുമേനിയുടെ സ്ഥാനാരോഹണം 1933 ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് സ്ഥാനാരോഹണമാണ് 1933 നവംബർ 6 അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ തന്നെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം നടന്നത്? 1926 ഫെബ്രുവരി 16. 1929 ഫെബ്രുവരി 16. ഒരു 9ഉം ഒരു 6ഉം. ഓക്കെ, അടുത്ത് ജോസഫ് മാർ സെവേറിയോസ് തിരുമേനിയുടെ പുനരൈക്യം. നമ്മൾ പറഞ്ഞു ജോസഫ് മാർ സെവേറിയസ് എന്ന് പറയുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ നിരണം മെത്രാപ്പൊലീത്തയായിരുന്നു അല്ലേ. നമ്മുടെ ജോസഫ് മാർ സെവേറിയസ് നമ്മൾ ജോസഫ് സേവനം ചെയ്തു നിരണം. ഓക്കെ, അതെന്നായിരുന്നു? പുനരൈക്യമാണ് ചോദിക്കുന്നത്. എന്നായിരുന്നു? 37 നവംബർ 29. 1937 നവംബർ 29. അടുത്ത മേരി മക്കൾ സന്യാസി സമൂഹം സ്ഥാപിക്കുന്നത് 1938 മെയ് 8. അടുത്ത് തിരുവല്ല ഭദ്രാസനത്തിൻ്റെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നത് ഈ നമ്മുടെ ജോസഫ് മാർ സെവേറിയസ് ആയിരുന്നു, അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ ആ തിരുമേനിയുടെ നിയമനം എന്നായിരുന്നു നടന്നത്? 1938 നവംബർ 20. നമ്മുടെ ഈ മേരി മക്കൾ സന്യാസ സമൂഹം സ്ഥാപിച്ച സെയിം ഇയർ തന്നെയായിരുന്നു 1938 നവംബർ 20. ആരായിരുന്നു? ജോസഫ് മാർ സെവേറിയസ്. അപ്പോൾ ഈ ജോസഫ് മാർ സെവേറിയസ് നിരണത്തുള്ള മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം 33 മെയ് 25 നടന്നു. അദ്ദേഹത്തിൻ്റെ
പുനരൈക്യം മെത്രാഭിഷേകം 33 നടന്നെങ്കിൽ പുനരൈക്യം 34, 35, 36, 37 4 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പുനരൈക്യപ്പെട്ടത്. ആഫ്റ്റർ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പുനരൈക്യപ്പെട്ടത്. നവംബർ 29 തിരുമേനിയുടെ നിയമനം. അപ്പോൾ നെക്സ്റ്റ് മറ്റേ നമ്മുടെ ഈ മേരിമക്കൾ അപ്പോസ്തലിക് വിസിറ്ററായിട്ട് നിയമനം നടത്തിയത് മേരിമക്കൾ സമൂഹം സ്ഥാപിച്ചുള്ള സെയിം ഇയർ തന്നെയാണ് 1938 നവംബർ 20 ക്നാനായ യാക്കോബായ സഭയിലെ തോമസ് മാർ ദിയാസ്കോറസ് തിരുമേനിയുടെ പുനരൈക്യം. അതും 39 നവംബർ 12. നമ്മുടെ ഈ ക്നാനായ യാക്കോബായ സഭയുടെ മെത്രാപോലീത്തയുടെ തിരുമേനിയുടെ മെത്രാഭിഷേകം എന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതും 26 നവംബർ 11. പക്ഷെ അദ്ദേഹം പുനരൈക്യപ്പെട്ടത് 39 നവംബർ 12. ഈ നവംബർ 16 നവംബർ 11 നവംബർ 12 ഓക്കെ നമുക്ക് കണക്ട് ചെയ്യാം. മെത്രാഭിഷേകം ഓർ പുനരൈക്യം. ഓക്കെ, മെത്രാഭിഷേകം നവംബർ 11, പുനരൈക്യം നവംബർ 12. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം 26 26 മെയിൻ സംഭവം പരിമല സൂനക ദിവസം നടന്നു. സെയിം ഇയർ തന്നെയാണ് നമ്മുടെ ദിയസ്കോറസ് തിരുമേനി തോമസ് മാർ ദിയാസ്കോറസ് തിരുമേനിയുടെ മെത്രാഭിഷേകം. പിന്നെ പുനരൈക്യപ്പെട്ടത് വന്നിട്ട് 39 കേട്ടോ. നമ്മുടെ മേരിമക്കൾ സമൂഹം സ്ഥാപിച്ച് നെക്സ്റ്റ് ഇയർ ആണ് അദ്ദേഹം പുനരൈക്യപ്പെട്ടത്. തോമസ് മാർ ദിയാസ്കോറസ് തിരുമേനി പിന്നെ കാലം ചെയ്തത് 43 ഫെബ്രുവരി 22 തിരുമൂലപുരത്തെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലാണ് അദ്ദേഹത്തിന് ഖബറടക്കിയത്. അതെന്നായിരുന്നു 43 ഫെബ്രുവരി 22. പിന്നെ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ജോസഫ് മാർ സെവേറിയോസ് തിരുമേനിയുടെ സ്ഥാനാരോഹണം നടന്നു. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എടാ? പ്രഥമ അധ്യക്ഷൻ നമ്മുടെ യാക്കോബ് മാർ തിയോഫിലോസ് ആയിരുന്നു. ഇത് രണ്ടാമത്തെ അധ്യക്ഷനായിട്ട് സ്ഥാനാരോഹണം നടത്തിയതാണ് ജോസഫ് മാർ സെവേറിയോസ്. അപ്പോൾ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ രണ്ടാമത്തെ അധ്യക്ഷനായിട്ട് നമ്മുടെ ജോസഫ് മാർ സെവേറിയോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം 1950 മെയ് 5 നടന്നത്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ സഹായമെത്രാനായിട്ട് അഭിഷേകം ചെയ്തത് നമ്മുടെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസിനെയാണ്. അത് എന്നായിരുന്നു? ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവിനെയാണ്. അത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മാർ ഇവാനിയോസ് പിതാവ് മരിച്ച സെയിം ഇയർ തന്നെയാണ് 1953. പിന്നെ ജനുവരി 21 മരിക്കുന്നതിന് മുമ്പാണ് മെത്രാനായിട്ട് അഭിഷേകം ചെയ്തത്. ജനുവരി 29 മാർ ഇവാനിയോസ് പിതാവ് മരിച്ചത് 1953 ജൂലൈ 15. 5 ഓക്കെ. തിരുവല്ല ഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായിരുന്നു സക്കറിയാസ് മാർ അത്തനാസിയോസ്. നമ്മുടെ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ സഹായമെത്രാൻ. ഇപ്പോൾ ആരായിരുന്നു? ഇപ്പോൾ നമ്മൾ പഠിച്ചു നടത്തിയത് ജോസഫ് മാർ സെവേറിയസ് വരെ എത്തി. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം 50 മെയ് 5 നടന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സഹായമെത്രാൻ എന്ന് പറയുന്നത് സക്രിയാസ് മാർ അത്തനോസിയസ്. ആ തിരുമേനിയുടെ മെത്രാഭിഷേകം 54 ഏപ്രിൽ 22 അതായത് മാർ ഇവാനിയോസ് പിതാവ് മരിച്ച് അതിൻ്റെ അടുത്ത വർഷം 54 ഏപ്രിൽ 22. അടുത്ത് ജോസഫ് മാർ സെവേറിയോസ് തിരുമേനി മരിച്ചു 55 ജനുവരി 18. അതായത് ജോസഫ് മാർ സെവേറിയോസ് ഇപ്പോൾ തിരുവല്ലയിലെ മെത്രാനായിരുന്നു അല്ലേ? രണ്ടാമത്തെ മെത്രാൻ. തിരുവല്ലയുടെ രണ്ടാമത്തെ മെത്രാനായിരുന്നു നമ്മുടെ ജോസഫ് മാർ സെവേറിയോസ്. അദ്ദേഹം മരിച്ചത് 55 ജനുവരി 18 മരിച്ചത്. അപ്പോൾ സഹായ മെത്രാനായിട്ട് ആരെയാണ് അഭിഷേകം ചെയ്തത്? ഇപ്പോൾ കുറച്ച് മുൻപ് ഈ പിതാവ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ 54 ഏപ്രിൽ 22 അഭിഷേകം ചെയ്തത് നമ്മുടെ സക്രിയാസ് മാർ അത്തനാസിയസ് ആണ്. അടുത്ത് തിരുവനന്തപുരം ദ്വിതീയ മെത്രാപോലീത്ത ആരായിരുന്നു? തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ദ്വിതീയ മെത്രാപോലീത്ത നമുക്കറിയാം ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം 55 ജനുവരി 22. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം എന്നായിരുന്നു 53 ജനുവരി 29. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം എന്നായിരുന്നു 55 ജനുവരി 22. അതായത് 55 അല്ലേ? 53 പിതാവ് മരിക്കും. അത് കഴിഞ്ഞിട്ട് 55 ജനുവരി 22 അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തത്. തിരുവല്ല ആദിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് പിന്നെ സക്രിയാസ് മാർ അത്തനോസിയസ് തിരുമേനി
നിയമിക്കും. നമ്മുടെ ഈ പിതാവ് നമ്മുടെ ബെനഡിക്ട് മാർ പിതാവ് രണ്ടാമത്തെ പിതാവ് ഈ സ്ഥാനാരോഹണം ചെയ്യുന്ന അതേ വർഷം ഒരു ജനുവരി 22-ന് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവ് സ്ഥാനാരോഹണം ചെയ്യും. 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അത്തനാസ്യൂസ് തിരുവല്ലയുടെ 3ാമത്തെ ആളായിട്ട് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യും. ഓക്കെ, പുനരൈക്യ രജത ജൂബിലി എവിടെ വെച്ചായിരുന്നു? തിരുവല്ലയിൽ വെച്ചാണ്. തിരുവല്ല 55 സെപ്റ്റംബർ 20-നാണ്. പുനരൈക്യം ഓൾമോസ്റ്റ് സെപ്റ്റംബർ 20-ന് അല്ലെങ്കിൽ 21 അങ്ങനത്തെ സെപ്റ്റംബറാണ് നമുക്കറിയാം. ഓക്കെ, രജത ജൂബിലി തിരുവല്ല. അടുത്ത മാർ തെയോഫിലസ് തിരുമേനി കാലം ചെയ്തത് 56 ജൂൺ 27-നാണ്. നമ്മുടെ തിരുവല്ലയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന നമ്മുടെ തെയോഫിലസ് തിരുമേനി കാലം ചെയ്തത് 56 ജൂൺ 27-നാണ്. 21-ാം സാർവത്രിക സൂനകദോസ് അല്ലെങ്കിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചത് 62 ഒക്ടോബർ 11-നായിരുന്നു. തിരുവനന്തപുരം മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഇത് സാർവത്രിക സൂനകദോസിൽ പങ്കെടുത്തവരാണ്. എന്നായിരുന്നു 62 ഒക്ടോബർ 11-നായിരുന്നു നമ്മുടെ തിരുവല്ലയുടെ ഭദ്രാസന അധ്യക്ഷൻ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഭദ്രാസന അധ്യക്ഷൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ്. തിരുവല്ലയിലുള്ളത് സക്രിയാസ് മാർ അത്തനാസ്യൂസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാ സെക്ഷനിലും പങ്കെടുത്തു. അടുത്ത് പോൾ ആറാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചത് 1964 ഡിസംബർ 4-നാണ്. ഇന്ത്യ സന്ദർശിച്ച 1964 ഡിസംബർ 4-നായിരുന്നു നമ്മുടെ പോൾ ആറാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചത്. പിന്നെ തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ദേവാലയ പ്രതിഷ്ഠ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ അതിൻ്റെ പ്രതിഷ്ഠ നമ്മുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ പ്രതിഷ്ഠ 65 ഫെബ്രുവരി 22-നായിരുന്നു. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ദേവാലയമാണ് തിരുവനന്തപുരം അതിഭദ്രാസന ദേവാലയ പ്രതിഷ്ഠ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ വെച്ചാണ് നടന്നത് 65 ഫെബ്രുവരി 22. കാരണം എന്ന് വെച്ചാൽ അവിടെ പള്ളി ഇല്ലല്ലോ, ദേവാലയം ഇല്ലല്ലോ. അപ്പോൾ പ്രതിഷ്ഠ നടക്കുന്നത് നമ്മുടെ താഴത്തെ കത്തീഡ്രൽ വെച്ച് 65 ഫെബ്രുവരി 22-നും. പിന്നെ 21-ാം സാർവത്രിക സൂനകദോസ് സമാപിച്ചതെന്നാണ് 1965 ഡിസംബർ 8-നായിരുന്നു. ഇതെന്നാണ് തുടങ്ങിയത്? 1962 ഒക്ടോബർ 11-ന് തുടങ്ങിയ സാധനം അവസാനിച്ചതാണ് 1965 ഡിസംബർ 8-ന്. നമ്മുടെ തിരുവല്ലയുടെ സക്കറിയാസ് മാർ അത്തനാസ്യൂസ് പിതാവും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൗലോസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 67 ഡിസംബർ 16-നാണ്. 67 ഡിസംബർ 16. പിന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രഥമ യുവജന പ്രസ്ഥാനമായിരുന്നു യുവദീപം. അത് രൂപീകരിച്ചത് തിരുവല്ലയിലായിരുന്നു. പിന്നെ പ്രഥമ പ്രസിഡൻ്റ് ആയിരുന്നത് എന്തൊരു കരിപ്പ ശ്രീ ഗീവർഗീസ് കരിപ്പായിരുന്നു. അത് 68 ഫെബ്രുവരി 28-നായിരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ യുവജന പ്രസ്ഥാനം MCYM തിരുവനന്തപുരം അതിഭദ്രാസനത്തിൽ സ്ഥാപിതമായതാണ്. 71 നവംബറിലാണ്. ഔദ്യോഗികമായി ഈ പേര് സ്വീകരിച്ചത് 84-ലാണ്. MCYM എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചത് 84. അല്ലാതെ MCYM എന്ന ഒരു പേരില്ല എങ്കിലും ആ സംഘടന ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്ത് വന്നത് 71. നമ്മുടെ 68 എന്തായിരുന്നു? അത് തിരുവല്ലയിലും യുവദീപം എന്ന പേരിലാണ് വന്നത് 68 ഫെബ്രുവരി 28-ന്. ഓക്കെ, ഔദ്യോഗികമായ പേര് സ്വീകരിച്ച് 84. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ മെത്രാൻ പൗലോസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ പുനരൈക്യം. നമ്മൾ ഈ പീലക്സിനോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം പറഞ്ഞു അല്ലേ? അത് 67-ലായിരുന്നു. അദ്ദേഹം പുനരൈക്യപ്പെട്ടത് 77 പുനരൈക്യം, 67 മെത്രാൻ. ഓക്കെ, 77 ഓഗസ്റ്റ് 28-നാണ്. പിന്നെ സഖറിയാസ് മാർ അത്തനാസ്യൂസ് നമ്മുടെ തിരുവല്ലയുടെ 3ാമത്തെ വ്യക്തിയായിരുന്നു. അദ്ദേഹം 3ാമത്തെ പിതാവാണ്. അദ്ദേഹം മരിച്ചു 77 സെപ്റ്റംബർ 28-ന് മരിച്ചു. മാർ ഇവാനിയോസ് തീർത്ഥാടന പദയാത്ര റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ നിന്നും ആരംഭിച്ചത് 78 ജൂലൈ മുതലാണ്. പിന്നെ ബത്തേരി ഭദ്രാസനം സ്ഥാപിക്കുന്നതും 78. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 3 അല്ലേ?
കൂടി ചേർത്ത്. തിരുവനന്തപുരം, തിരുവല്ല, ബത്തേരി. അപ്പം അവിടുത്തെ പ്രഥമ പിതാവായിരുന്നത് സിറിൽ മാർ ബസേലിയസ് ആണ്. പിന്നെ ഓക്കെ, പിന്നെ തിരുവല്ലയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സഖറിയാസ് മാർ അത്തനാസിയസ് മരിച്ചല്ലോ, മൂന്നാമത്തെ ആൾ. അപ്പം നാലാമത്തെ തിരുവല്ലയുടെ നാലാമത്തെ പിതാവായിട്ട് ഐസക് മാർ യൂഹാനോൻ തിരുമേനിയെയും പിന്നെ നമ്മുടെ ബത്തേരിക്ക് വേണ്ടി സിറിൽ മാർ ബസേലിയസ് പിതാവിനെയും മെത്രാഭിഷേകം നടത്തി 78 ഡിസംബർ 28. നമ്മുടെ 78 ഒക്ടോബർ 28 നമ്മുടെ ബത്തേരി ഭദ്രാസനം വന്നു. 78 ഡിസംബർ 28 ഈ 2 പേരുടെ മെത്രാഭിഷേകം നടന്നത്. അതായത് തിരുവല്ലയ്ക്ക് വേണ്ടി നമ്മുടെ ഐസക് മാർ യൂഹാനോൻ തിരുമേനിയെയും ബത്തേരിക്ക് വേണ്ടി സിറിൽ മാർ ബസേലിയസ് തിരുമേനിയെയും മെത്രാഭിഷേകം നടത്തി 1978 സെപ്റ്റംബർ 20. മെത്രാഭിഷേകം ഡിസംബർ 28, ബത്തേരി വന്നത് സെപ്റ്റംബർ 28. ഓക്കെ, പിന്നെ നമ്മുടെ തിരുവല്ലയുടെ ഭദ്രാസന അധ്യക്ഷനായ നാലാമത്തെ ഭദ്രാസന അധ്യക്ഷനായിട്ട് ഐസക് മാർ യൂഹാനോൻ തിരുമേനി സ്ഥാനാരോഹണം ചെയ്തത് അതിന് നെക്സ്റ്റ് ഡേ. മറ്റേത് മെത്രാഭിഷേകം കഴിഞ്ഞു. പിന്നെ ആ രൂപതയ്ക്ക് വേണ്ടിയിട്ട് തിരുവല്ല ഭദ്രാസനത്തിന് വേണ്ടിയിട്ട് സ്ഥാനാരോഹണം ചെയ്തത് 1978 ഡിസംബർ 29. ബത്തേരി ഭദ്രാസനത്തിന് പ്രഥമ മെത്രാൻ നമുക്കറിയാം സിറിൽ മാർ ബസേലിയസ് ആയിരുന്നു. അപ്പോൾ ആ തിരുമേനിയുടെ സ്ഥാനാരോഹണം നടന്നത് അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആണ് കേട്ടോ, 1979 ഫെബ്രുവരി 2. ഓക്കെ, പുനരൈക്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ സമാപനം നടന്നത് കോട്ടയത്താണ്. നമ്മുടെ വേറെ പുനരൈക്യത്തിൻ്റെ രജത ജൂബിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവല്ലയിലാണെന്ന് പറഞ്ഞു. പുനരൈക്യത്തിൻ്റെ സുവർണ ജൂബിലി വന്നത് കോട്ടയത്താണ് 1980 ഡിസംബർ 26-28. പിന്നെ തിരുവനന്തപുരം അതിഭദ്രാസന സഹായമെത്രാനായിട്ട് ലോറൻസ് മാർ അപ്രേം തിരുമേനിയുടെ മെത്രാഭിഷേകം 80 ഡിസംബർ 27 നടന്നു. കോട്ടയത്ത് സെൻറ്റ് അപ്രേം എക്യുമെനിക്കൽ റിസർച്ച് സെൻ്റർ അല്ലെങ്കിൽ സീറി ഇത് പുതിയതാണ്, പഞ്ചാംഗത്തിൽ വന്നിട്ടുള്ളതിൽ പുതിയ അപ്ഡേഷനാണ്. സീറി എന്ന സുറിയാനി പഠന കേന്ദ്രം ആരംഭിച്ചത് 85 സെപ്റ്റംബർ 14. പിന്നെ ജോൺ പോൾ സെക്കൻഡ് മലങ്കര സഭയിൽ സന്ദർശനം, അതായത് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വന്നത് 86 ഫെബ്രുവരി 8. നമ്മുടെ ജോൺ പോൾ 6 മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ച 64 പിന്നെ ഡിസംബർ 8. പോൾ 6 മാർപ്പാപ്പ നമ്മൾ നോക്കാം, ഡിസംബർ 4, 64 ഡിസംബർ 4. ഓക്കെ, നമ്മുടെ ഈ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ മലങ്കര സഭ സന്ദർശിച്ചത് 86 ഫെബ്രുവരി 8. ഐസക് മാർ യൂഹാനോൻ നമ്മൾ പറഞ്ഞു നമ്മുടെ തിരുവല്ലയുടെ നാലാമത്തെ വ്യക്തിയായിരുന്നു ഐസക് മാർ യൂഹാനോൻ. മെത്രാഭിഷേകം 78 ഡിസംബർ 28 നടന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ തിരുവല്ലയിലോട്ട് സ്ഥാനമായി 78 ഡിസംബർ 29. അത് 87, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് വർഷമായപ്പോൾ മരിച്ചു. ഏപ്രിൽ 28 മരിച്ചു. ഓക്കെ, 87 ആയപ്പോൾ അത് 10 വർഷമാണെന്ന് തോന്നുന്നു. 87, 78 അടുത്ത് 88, 9 വർഷമായപ്പം മരിച്ചു. ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനി CPCA പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് 88 ഏപ്രിൽ 16. പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അത്യുന്നത കർദിനാൾ സൈമൺ ഡി ലൂർദ് സ്വാമി. അദ്ദേഹം മലങ്കര സന്ദർശിച്ചത് 87 ഓഗസ്റ്റ് 18-19 ദിവസങ്ങളാണ്. തിരുവല്ല ഭദ്രാസന അധ്യക്ഷനായിട്ട് പിന്നെ 5ാമത് വന്നത് ഗീവർഗീസ് മാർ തിമോത്തിയോസ് ആണ്. അദ്ദേഹത്തിന് മെത്രാഭിഷേക സ്ഥാനാരോഹണം നടന്നത് 88 ഓഗസ്റ്റ് 6. 87 അദ്ദേഹം മരിച്ചു. നമ്മുടെ തിരുവല്ലയുടെ യൂഹാനോൻ മരിച്ചു. അത് 88 ഓഗസ്റ്റ് 6 മെത്രാഭിഷേക സ്ഥാനാരോഹണം. തിരുവനന്തപുരം സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി കൂതാശ ചെയ്തത് 89 മെയ് 25. 89 മെയ് 25 ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മരിച്ചത് 94 ഒക്ടോബർ 10. അത് നമുക്കറിയാം. അടുത്ത് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ തൃതീയ മെത്രാപ്പൊലീത്തയായിട്ട് വന്നത് നമ്മുടെ സിറിൽ മാർ ബസേലിയസ്. 1ാമത് ബത്തേരിയിൽ 1ാമതായിരുന്നു.
പിന്നെ തിരുവനന്തപുരത്തിൻ്റെ മൂന്നാമതായിരുന്നു. അത് അദ്ദേഹം വന്നത് 1995 ഡിസംബർ 14 പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അക്കീലെ കർദിനാൾ സിൽവസ്ത്രീനി മലങ്കര സഭ സന്ദർശിച്ചത് 96 ഫെബ്രുവരി 11-13. CBCI സമ്മേളനം തിരുവനന്തപുരം മേജർ സെമിനാരി നടന്നത് 96 ഫെബ്രുവരി 13-21. MCA വന്നത് 96 മാർച്ച് 2-നാണ്. MCA ഭരണഘടന ഔദ്യോഗികമായി വന്നത് 99 ജനുവരി 26-നാണ്. മാർത്താണ്ഡ ഭദ്രാസനം സ്ഥാപിച്ചത് 96 ഡിസംബർ 16-നാണ് മാർത്താണ്ഡ ഭദ്രാസനം സ്ഥാപിച്ചത്. മാർത്താണ്ഡത്തിൻ്റെ പ്രഥമ മെത്രാൻ നമുക്കറിയാം ലോറൻസ് മാർ അപ്രയം തിരുമേനി. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു സഹായ മെത്രാനായിട്ട് മെത്രാഭിഷേകം 80 നടന്നു. 1980 മെത്രാഭിഷേകം നടന്നത്. അപ്രയം തിരുമേനി സ്ഥാനാരോഹണം നടന്നത് 97 ജനുവരി 23-നാണ് സ്ഥാനാരോഹണം നടന്നത്. ജനുവരി 27.